ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ അയോണിക് ഇക്വിലിബ്രിയം അതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോർഷൻസ് എല്ലാം എല്ലാവരും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്താണ് ആംഫിറ്ററിക് നേച്ചർ ഓഫ് വാട്ടർ, അതുപോലെ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ബ്രോൺസ്റ്റഡ്-ലോറി തിയറി, ഇത്രയും കാര്യങ്ങൾ നമുക്കിന്ന് പഠിക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു വാട്ടറിൻ്റെ ചില പ്രത്യേകതകൾ പറഞ്ഞായിരുന്നു. അതായത് വാട്ടർ ചില കേസിൽ ചില ഇക്വേഷൻസ് നമ്മൾ എഴുതിയപ്പം ആസിഡ് എന്നും ചിലത് എഴുതിയ സമയത്ത് നമ്മൾ വാട്ടറിനെ ബേസ് എന്നും എഴുതി. അന്ന് ഞാൻ പറഞ്ഞത് അതിനൊരു കാര്യമുണ്ട്, അത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാമെന്ന്. അപ്പോൾ അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്, ആംഫിറ്ററിക് നേച്ചർ ഓഫ് വാട്ടർ. അപ്പം എന്താണ്? അക്കോർഡിംഗ് ടു ബ്രോൺസ്റ്റഡ്-ലോറി തിയറി, എ സ്പീഷീസ് ദാറ്റ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ആക്ട് ബോത്ത് ആസ് ആസിഡ് ആൻഡ് ആസ് എ ബേസ് ആർ കാൾഡ് ആംഫിറ്ററിക് സബ്സ്റ്റൻസസ്. ക്ലിയർ ആയോ? അതായത് ബ്രോൺസ്റ്റഡ്-ലോറി കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ചില സബ്സ്റ്റൻസുകൾക്ക് അല്ലെങ്കിൽ ചില സ്പീഷീസുകൾക്ക് ഈ ആസിഡായിട്ടും ബേസായിട്ടും രണ്ട് രീതിയിലും ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ സബ്സ്റ്റൻസുകളെയാണ് എന്തെന്ന് പറയുന്നത്? ആംഫിറ്ററിക് സബ്സ്റ്റൻസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ വാട്ടർ നമ്മൾ കണ്ടതാണ് 2-3 ഇക്വേഷൻസിനകത്ത്. ചിലയിടത്ത് വാട്ടർ ആസിഡ് എന്ന് എഴുതി, ചിലയിടത്ത് ബേസ് എന്ന് എഴുതി. അത് തന്നെയാണ് ആ ഒരു റിയാക്ഷൻ, അതെങ്ങനെ വരുന്നു എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ബ്രോൺസ്റ്റഡ്-ലോറി? അക്കോർഡിംഗ് ടു ബ്രോൺസ്റ്റഡ്-ലോറി തിയറി, എ സ്പീഷീസ് ദാറ്റ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ആക്ട് ബോത്ത് ആസ് ആസിഡ്സ് ആൻഡ് ബേസ്, ബേസായിട്ടോ ആസിഡായിട്ടോ ഒക്കെ ആക്ട് ചെയ്യാൻ ഒരേ സബ്സ്റ്റൻസിന് തന്നെയുള്ള കഴിവിനെയാണ് നമ്മൾ ആംഫിറ്ററിക് സബ്സ്റ്റൻസുകൾ എന്ന് പറയുന്നത്. ഇനി അത് ഓർക്കാൻ, ഇനി വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ നിങ്ങളുടെ കയ്യിൽ വാട്ടർ ഉണ്ട്, അതിനി ഏത് സമയത്താണ് ആസിഡായിട്ട് നിൽക്കുന്നത്, ഏത് സമയത്താണ് ബേസായിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ അറിയണ്ടേ? ചുമ്മാ എപ്പോഴെങ്കിലും അങ്ങ് എടുത്ത് കൊടുക്കാൻ പറ്റുമോ? അത് മനസ്സിലാക്കാൻ, അത് ഓർത്തിരിക്കാൻ ഒരു ഐഡിയ ഉണ്ട്. എന്താ? നമ്മുടെ ഈ വാട്ടർ ആസിഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, വാട്ടർ പ്ലസ് ആസിഡ്, വാട്ടറും ആസിഡുമായിട്ടാണ് റിയാക്ഷൻ എങ്കിൽ ആ സമയത്ത് വാട്ടർ വിൽ ആക്ട് ആസ് എ ബേസ്. അതുപോലെ വാട്ടർ പ്ലസ് ബേസ്, വാട്ടർ ബേസുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് വാട്ടർ എന്തായിട്ട് ആക്ട് ചെയ്യും? ആസിഡായിട്ട് ആക്ട് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യം ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇക്വേഷനകത്ത് വാട്ടർ ആസിഡ് ആണോ ബേസ് ആണോ എന്നുള്ളത് എഴുതാൻ പറ്റും. എന്താ? വാട്ടർ ആഡ് ചെയ്തിരിക്കുന്ന സ്ഥലം ഒരു ആസിഡിൻ്റെ കൂടെയാണെങ്കിൽ അവിടെ വാട്ടർ എന്തായിട്ട് ആക്ട് ചെയ്യും? ബേസായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ വാട്ടറും ഒരു ബേസിൻ്റെ കൂടെയാണ് ആഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ സമയത്ത് വാട്ടർ എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു ആസിഡായിട്ട് ആക്ട് ചെയ്യും. ഇനി മറന്നു പോകരുത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എഴുതിയ അതേ എക്സാമ്പിൾ തന്നെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് എടുത്തെഴുതുക. നിങ്ങളൊന്ന് എഴുതിയേ. HCl-ഉം ഇപ്പോൾ ഒരെണ്ണം HCl-ഉം NH3-യും. അപ്പോൾ HCl-ഉം H2O ആയിട്ടുള്ള റിയാക്ഷനും NH3-യും H2O ആയിട്ടുള്ള റിയാക്ഷൻ. HCl ആസിഡ് ആണെന്നും NH3 ബേസ് ആണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ആ റിയാക്ഷൻ നിങ്ങൾ എഴുതി നോക്കിയേ. സ്വാഭാവികമായും HCl-ൻ്റെ കൂടെയുള്ള റിയാക്ഷനിൽ വാട്ടർ എന്തായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞതാ, എന്തായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? ബേസായിട്ട് ആക്ട് ചെയ്യും. ഇനി എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? ഈ H3O+ എവിടെ നിന്ന് വന്നു, Cl- എങ്ങനെ വന്നു എന്നൊക്കെ ഉള്ളത് നിങ്ങൾ തനിയെ ഒന്ന് എഴുതി നോക്കിയിട്ട് നമ്മുടെ എക്സ്പ്ലനേഷൻ നോക്കാം. ഓക്കെ, എഴുതിയല്ലോ. അപ്പോൾ എങ്ങനെയാണ്? ഹിയർ HCl ഈസ് ആൻ ആസിഡ്. ഓക്കെ, അപ്പോൾ HCl ആസിഡ് ആണെങ്കിൽ അതിന് എന്ത് കഴിവുണ്ട്? H+ അയോണുകളെ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ H+ അയോണുകളെ ഡൊണേറ്റ് ചെയ്തിട്ട് അതെന്തായിട്ട് മാറുന്നു? Cl- അയോണുകളായിട്ട് മാറുന്നു. പിന്നെ ഒരു കാര്യം കൂടി അറിയണം, ഇവിടെ HCl സ്ട്രോങ് ആസിഡാണ്. ക്ലിയറായി? അപ്പോൾ ഉണ്ടായ Cl- എന്തായിരിക്കും? ഒരു കോൺജുഗേറ്റ് ബേസ് കിട്ടി. ഇനി ആ കോൺജുഗേറ്റ് ബേസ് സ്ട്രോങ്ങിൽ നിന്ന് വന്നതായത് കാരണം അതൊരു വീക്ക് കോൺജുഗേറ്റ് ബേസ് ആയിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ പഠിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ടൊന്നും മനസ്സിലാവില്ല. അതെല്ലാം അവിടെ കളഞ്ഞിട്ട് ഇങ്ങോട്ട് പോരരുത്. അതെല്ലാം കൂടെ കൊണ്ടുവന്നോളണം, പഠിച്ച് തന്നെ വന്നോളണം. എങ്കിലേ കോൺജുഗേറ്റ് ആസിഡ് ഏതാ, കോൺജുഗേറ്റ് ബേസ് ഏതാ, സ്ട്രെങ്ത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ HCl-ൻ്റെ കാര്യം എഴുതി. ഇനി അവിടെ നിൽക്കുന്ന വാട്ടർ, HCl ആസിഡ് ആയ സ്ഥിതിക്ക് വാട്ടർ എന്തായിട്ട് തന്നെ ആക്ട് ചെയ്യും? ബേസായിട്ട് തന്നെ ആക്ട് ചെയ്യും. അപ്പോൾ ബേസ് ആയത് കാരണം HCl-ന് എന്ത് ടെൻഡൻസി ഉണ്ട്? ബേസ് ആയത് കാരണം, HCl-നല്ല, വാട്ടറിന് എന്ത് ടെൻഡൻസി ഉണ്ട്? ബേസാണ്. ബേസ് ആയത് കാരണം അതിന് പ്രോട്ടോണുകളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അങ്ങനെ പ്രോട്ടോണുകളെ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് എന്തായിട്ട് മാറുന്നു? H3O+ അയോണുകളായിട്ട് മാറുന്നു.
ഓക്കെ, ഇനി ഇവിടെ വാട്ടർ എന്താണ്? വീക്ക് ബേസ് ആണ്. അപ്പോൾ വീക്ക് ബേസ് ആയത് കാരണം നമുക്കിവിടെ കിട്ടിയ H3O+ എന്തായിരിക്കും? സ്ട്രോങ് കോൺജുഗേറ്റ് ആസിഡ് ആയിരിക്കും. ക്ലിയർ ആയില്ലേ? ഇതാണ് ആ റിയാക്ഷൻ. ഇതാണ് നിങ്ങളുടെ എഴുതി നോക്കിയിട്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഇനി അടുത്തൊരെണ്ണം ഉണ്ടല്ലോ, NH3യും H2Oയും തമ്മിലുള്ള റിയാക്ഷൻ. അതൊന്ന് എഴുതിയേ. NH3യും H2Oയും ചേർന്നിട്ട് ആ ഡീകമ്പോസിഷൻ എന്താ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. NH3+ H2O ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് OH- + NH4+. ഇനി ഇതൊക്കെ എവിടെ നിന്ന് വന്നു, ഏതൊക്കെയാണ് സ്ട്രോങ് ബേസ് എന്നൊക്കെ ഉള്ളതെന്ന് പെട്ടെന്നൊന്ന് നിങ്ങളുടെ പേപ്പറിൽ ആദ്യം ഒന്ന് എഴുതിയതിന് ശേഷം നമ്മുടെ ഡിസ്കഷൻ നോക്കിയാൽ മതി. പറയട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ NH3 ബേസ് ആണ്. ഓക്കെ, അതറിയാം. അപ്പോൾ NH3 ബേസ് ആയത് കാരണം NH3ക്ക് എന്ത് കപ്പാസിറ്റി ഉണ്ട്? അതുമാത്രമല്ല, NH3 ഒരു സ്ട്രോങ് ബേസ് ആണ്. ഓക്കെ, NH3ക്ക് എന്ത് കപ്പാസിറ്റി ഉണ്ട്? ബേസ് ആയത് കാരണം പ്രോട്ടോണുകളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതിന് പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ് ആണെങ്കിൽ ആ അക്സെപ്റ്റ് ചെയ്യാനുള്ള പ്രോട്ടോൺ അതിന് എവിടെ നിന്നെങ്കിലും കിട്ടണ്ടേ? അപ്പോൾ ഇവിടെ റിയാക്ഷൻ നമ്മുടെ അതിനകത്ത് ആരുണ്ട്? വാട്ടർ ഉണ്ട്. അപ്പോൾ ആ പ്രോട്ടോണുകളെ ആര് കൊടുക്കും? വാട്ടർ കൊടുക്കും. Therefore water will be an acid. In this case water will act as an acid. ഓക്കെ, അപ്പോൾ വാട്ടർ ആസിഡായിട്ട് ആക്ട് ചെയ്യും. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം അതിന് മുന്നേ ഇതിൻ്റെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം എന്തായിട്ട് മാറുന്നു? NH4+ അയോണുകളായിട്ട് മാറുന്നു. ക്ലിയറായി. ഇനി ഇതിൻ്റെ കോൺജുഗേഷനാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ NH4+ ആണ് അതിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് എന്നുള്ളത് നമുക്കറിയാം. സ്ട്രെങ്ത് എങ്ങനെയായിരിക്കും? NH3 സ്ട്രോങ് ബേസ് ആയത് കാരണം നമുക്ക് കിട്ടിയ കോൺജുഗേറ്റ് ആസിഡ് ആയിട്ടുള്ള NH4+ എന്തായിരിക്കും? ഒരു വീക്ക് ആസിഡ് ആയിരിക്കും. സോറി, ഞാൻ NH3 ആസിഡ് എന്നാണ് പറഞ്ഞെങ്കിൽ സോറി, ബേസ് ആണേ. ഓക്കെ, വീക്ക് ആസിഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി അതിനകത്തുള്ള വാട്ടറിൻ്റെ കാര്യം എങ്ങനെയാണ്? വാട്ടർ വീക്ക് ആസിഡായിട്ടായിരിക്കും ആക്ട് ചെയ്യുക. H+ അയോണിനെ വിട്ടുകൊടുക്കും. അപ്പോൾ ആ H+ അയോണിനെ ഡൊണേറ്റ് ചെയ്തിട്ട് അത് എന്തായിട്ട് മാറി? OH- അയോണുകളായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ അവിടെ കിട്ടിയ OH- എന്തായിരിക്കും? വാട്ടർ വീക്ക് ആസിഡ് ആയത് കാരണം OH- അതായത് ആ കിട്ടിയ കോൺജുഗേറ്റ് ബേസ് എന്തായിരിക്കും? സ്ട്രോങ് കോൺജുഗേറ്റ് ബേസ് ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് റിയാക്ഷൻ വരുന്നത്. ഇനി പലരുടെയും മനസ്സിലൊരു ചിന്ത വന്നിട്ടുണ്ടാകണം, കുറച്ച് പേരുടെയെങ്കിലും, എന്തുകൊണ്ട് വാട്ടർ രണ്ട് കേസിലും പറഞ്ഞപ്പോൾ വീക്കെന്ന് പറഞ്ഞു, എന്തുകൊണ്ട് അതിനെ സ്ട്രോങ് എന്ന് നമ്മൾ പറഞ്ഞില്ല? അങ്ങനൊരു ചിന്ത കാണും. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ അതിന് കുറച്ച് കെമിസ്ട്രിയും കാര്യങ്ങളും പറയാനുണ്ട്. എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഉള്ള കുറച്ച് ചെറിയൊരു എക്സ്പ്ലനേഷൻ ഉണ്ട് അതിന്. പക്ഷെ അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയാൻ നിൽക്കുന്നില്ല. നിങ്ങൾക്കത് ഓർത്തിരിക്കാൻ ഒരു ചെറിയൊരു ഐഡിയ മാത്രം പറഞ്ഞു തരാം. വാട്ടർ ഏത് സമയത്തും എങ്ങനെ നിൽക്കുള്ളൂ? വീക്കായിട്ടേ നിൽക്കുള്ളൂ. അതായത് വാട്ടർ വിൽ ഓൾവേസ് ആക്ട് ആസ് എ വീക്ക് ആസിഡ് ഓർ എ വീക്ക് ബേസ്. എപ്പോഴും വാട്ടർ വീക്ക് ആസിഡായിട്ടോ വീക്ക് ബേസ് ആയിട്ടോ മാത്രമേ നിൽക്കുള്ളൂ. ഇനി അതും തെറ്റാതിരിക്കാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അതും മറന്നു പോവാണ്ടിരിക്കാൻ, വാട്ടർ എങ്ങാനും സ്ട്രോങ് ആസിഡ് ആയിരുന്നു എങ്കിൽ നമുക്ക് കുടിക്കാൻ പറ്റൂല. നമ്മളെടുത്ത് ആസിഡ് കുടിക്കും പോലെ ഇരുന്നേനെ. നമുക്ക് സ്ട്രോങ് ആസിഡ് നമുക്ക് ആസിഡ് കുടിക്കാൻ പറ്റുമോ? വാട്ടർ വീക്ക് ആയത് കാരണമാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നത്. അത് ഓർത്തിരുന്നാൽ നിങ്ങൾ ആ ഒരു ചെറിയ കാര്യം എന്തായാലും ആരും മറക്കൂലല്ലോ. അത് ഓർത്തിരുന്നാൽ ഏത് റിയാക്ഷനകത്തും വാട്ടർ വീക്ക് കണ്ടീഷനിലാണ് വരുന്നത്. അത് ആസിഡായിട്ട് ആക്ട് ചെയ്താലും ബേസായിട്ട് ആക്ട് ചെയ്തിരുന്നാലും വീക്കായിരിക്കും എന്നുള്ളത് നിങ്ങൾക്കിനി തെറ്റത്തില്ല. ഈ ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി. ക്ലിയർ ആണല്ലോ? മറക്കില്ലല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരികയാണ്. എന്താണ്? വാട്ട് ആർ ദ കോൺജുഗേറ്റ് ആസിഡ്സ് ആൻഡ് ബേസസ് ഫോർ ദ ഫോളോയിങ് ആംഫോട്ടറിക് സബ്സ്റ്റൻസസ്? പരീക്ഷയ്ക്ക് ചോദിക്കും ചിലപ്പോൾ. ഒരു 1-2 ആംഫോട്ടറിക് സബ്സ്റ്റൻസ് തന്നിട്ട് അതിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് എഴുതാനോ അല്ലെങ്കിൽ കോൺജുഗേറ്റ് ബേസ് എഴുതാനോ ഒക്കെ ചോദിക്കാം. അപ്പോൾ നമുക്കത് അറിയണ്ടേ എങ്ങനെ എഴുതണമെന്നുള്ളത്. ഇപ്പോൾ ഞാനിവിടെ തന്നിരിക്കുന്നത് H2O, NH3, HSO4-, HCO3- ഇതൊക്കെയാണ്. അപ്പം ഇതിൻ്റെ കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസ് നിങ്ങൾ എഴുതണം. ആദ്യം നിങ്ങളൊന്ന് എഴുതി നോക്കിയേ എങ്ങനെയായിരിക്കും. സബ്സ്റ്റൻസ് എഴുതുക, അതിൻ്റെ കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസ്. അപ്പോൾ നിങ്ങളുടെ ബുക്കിൽ ആദ്യം ഒരു എളുപ്പത്തിന് എഴുതാൻ ഞാൻ പറഞ്ഞുതരാം. ഒരു സെൻട്രൽ പോർഷനിലായിട്ട് സബ്സ്റ്റൻസുകൾ എഴുതുക. അതിൻ്റെ ഒരു സൈഡിൽ കോൺജുഗേറ്റ് ആസിഡ് എന്നും മറ്റേ സൈഡിൽ കോൺജുഗേറ്റ് ബേസ് എന്നും എഴുതുക. എന്നിട്ട് ഞാൻ ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ്? സബ്സ്റ്റൻസിൽ നിന്നും അതിനെ കോൺജുഗേറ്റ് ആസിഡായി മാറണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? കോൺജുഗേറ്റ് ആസിഡായിട്ട് മാറാൻ പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്താൽ മതി.
അപ്പോൾ പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോൺജുഗേറ്റ് ആസിഡ് കിട്ടും. അതുപോലെ പ്രോട്ടോണുകളെ ഡൊണേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ H+നെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോൺജുഗേറ്റ് ബേസ് കിട്ടും. ഈ കാര്യം ഓർമ്മിച്ചതിന് ശേഷം ഇനി നിങ്ങൾ എഴുതി നോക്കുക എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എഴുതിയേ. അപ്പോൾ ആദ്യം H2O, ആൻസറൊക്കെ അവിടെ കിടക്കണുണ്ട്, അതൊന്നും നോക്കി കോപ്പി അടിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ തനിയെ എഴുതി നോക്കിയിട്ട് ശരിയാണോ തെറ്റാണോ എന്നൊന്നും മനസ്സിലാക്കിയാൽ മതി. എഴുതി നോക്കിയേ. H2Oക്കകത്തുനിന്ന് H+ അയോണിനെ ആഡ് ചെയ്യുക, H+ അയോണിനെ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ H2O ഒരു H+ അയോണിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് എന്തായിട്ട് മാറുന്നു? H3O+ അയോണുകളായിട്ട് മാറുന്നു. അപ്പോൾ ആ H3O+ അയോണുകളാണ് അതിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുന്നത്. ഇനി ബേസ് ആവാൻ എന്ത് മതി? അതിനകത്തുനിന്ന് ഒരു H+ അയോണിനെ റിമൂവ് ചെയ്താൽ മതി, അല്ലെങ്കിൽ H+ അയോണിനെ ഡൊണേറ്റ് ചെയ്താൽ മതി. അപ്പോൾ വാട്ടറിനകത്തുനിന്ന് H+നെ ഒരു H+നെ അങ്ങ് മാറ്റി കഴിയുമ്പം റിമൈനിങ് ആര് കാണും? OH- കാണും. ആ OH- ആണ് അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത്. എഴുതിയില്ലേ? ഓക്കെ, അടുത്തൊരെണ്ണം എഴുതിയേ തനിയെ. NH3കകത്തുനിന്ന് NH3യിലേക്ക് അതിൻ്റെ കോൺജുഗേറ്റ് ആസിഡും ബേസും നിങ്ങളൊന്ന് എഴുതിയേ. ഓക്കെ, NH3 H+ അയോണുകളെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായി മാറുന്നു? NH4+ അയോണുകളായിട്ട് മാറുന്നു. ആ NH4+ ആയിരിക്കും അതിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുന്നത്. അതുപോലെ അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് നമുക്ക് എങ്ങനെ എഴുതാം? അതിനകത്തുനിന്ന് ഒരു H+നെ അങ്ങ് മാറ്റിയാൽ മതി. ഒരു H+ മാറ്റുമ്പോൾ NH2+ അയോണുകളായിട്ട് മാറും. അതായിരിക്കും അതിൻ്റെ കോൺജുഗേറ്റ് ബേസ്. ഓക്കെ, അടുത്ത HSO4-. ഒരു H+ കൂടെ വരുമ്പോൾ അതാരായിട്ട് മാറും? H2SO4. അതായിരിക്കും കോൺജുഗേറ്റ് ആസിഡ്. ഇനി അതിൽ നിന്ന് ഒരു H+നെ റിമൂവ് ചെയ്താലോ? HSO4- നിന്ന് ഒരു H+നെ റിമൂവ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? SO4 ആയിട്ട് മാറും. ആ SO4 ആണ് അതിൻ്റെ കോൺജുഗേറ്റ് ബേസ്. ഇനി ലാസ്റ്റ് വൺ HCO3-. HCO3- നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? HCO3-നകത്തേക്ക് ഒരു H+നെ കൊടുക്കുക, അല്ലെങ്കിൽ ചേർക്കുക, അക്സെപ്റ്റ് ചെയ്യുന്നു. അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുന്നു? H2CO3 ആയിട്ട് മാറും. ആ H2CO3 ആണ് അതിൻ്റെ കോൺജുഗേറ്റ് ആസിഡ്. ഓക്കെ, ഇനി അതിനകത്തുനിന്ന് ഒരു H+നെ റിമൂവ് ചെയ്യുക. H+നെ റിമൂവ് ചെയ്യുമ്പം അതെന്തായിട്ട് മാറുന്നു? CO3 ആയിട്ട് മാറും. ആ CO3 ആണ് അതിൻ്റെ കോൺജുഗേറ്റ് ബേസ്. അപ്പം ഇനി ഇതേ രീതിയിൽ വേറെ ഏത് തന്നിരുന്നാലും നിങ്ങൾക്ക് എഴുതിക്കൂടെ? ആംഫോട്ടറിക്, ഇപ്പോൾ ഈ തന്നെല്ലാം ആംഫോട്ടറിക് സബ്സ്റ്റൻസുകളാണ്. കോൺജുഗേറ്റ് ആസിഡും കിട്ടി, കോൺജുഗേറ്റ് ബേസും കിട്ടി. അപ്പോൾ ആംഫോട്ടറിക് സബ്സ്റ്റൻസുകൾക്ക് എക്സാമ്പിളുമായി അത് നമ്മൾ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞ് നടക്ക് എഴുതിയിരിക്കുന്ന എല്ലാം ആംഫോട്ടറിക് സബ്സ്റ്റൻസുകളാണ്. അതിൻ്റെ ആസിഡും കിട്ടി, ബേസും കിട്ടി, അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലെ തന്നിരുന്നാലും ഇങ്ങനെ തന്നെ എഴുതുക. കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഒരു H+നെ അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുക, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതുപോലെ ബേസാണ് എഴുതാൻ പറയുന്നതെങ്കിൽ H+നെ റിമൂവ് ചെയ്തിട്ട് ബാക്കി വരുന്ന ആരാണോ അത് എഴുതുക. അതാണ് കോൺജുഗേറ്റ് ബേസ്. ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് ഈ പറഞ്ഞ ബ്രോൺസ്റ്റഡ്-ലോറി തിയറിയുടെ അഡ്വാൻറ്റേജസ്. നമ്മൾ ഇത്രയും ദിവസം ബ്രോൺസ്റ്റഡ്-ലോറി തിയറി എന്താ, അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതിന് അഡ്വാൻറ്റേജ് നോക്കണ്ടേ? എന്താണ്? ദിസ് തിയറി ഈസ് മോർ ബ്രോഡർ ദാൻ അറീനിയസ് തിയറി. അപ്പോൾ അറീനിയസ് തിയറിക്കകത്ത് ആകെ ഒരു കാര്യത്തിലാണ് പിടിച്ചുകൊണ്ട് നിന്നത്. എന്താ? H+OH-. ഈ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ അതിനകത്ത്. അപ്പോൾ അതിൽ നിന്നുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ബ്രോഡാണ്. അതായത് ഇതിനകത്ത് വേറെ കുറേ കാര്യങ്ങളും കൂടെയൊക്കെ പറയാൻ പറ്റി. എന്താണ്? ദാറ്റ് ഈസ് ദിസ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു മോളിക്യൂൾസ് ബട്ട് ഇറ്റ് ഇൻക്ലൂഡ്സ് ഈവൻ ദി അയോണിക് സ്പീഷീസസ് ടു ആക്ട് ആസ് ആസിഡ്സ് ആൻഡ് ബേസസ്. അറീനിയസ് തിയറിക്കകത്ത് H+ഉം OH- മാത്രമല്ല, അവിടെ മോളിക്യൂളിൻ്റെ കാര്യവും കൂടെ മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഈ ബ്രോൺസ്റ്റഡ്-ലോറി തിയറി വന്നപ്പോൾ അതിനകത്ത് എന്താണ്? മോളിക്യൂളുകൾ മാത്രമല്ല പറഞ്ഞത്, കുറേ അയോണുകളുടെ ആസിഡിക് ബേസിക് ക്യാരക്ടറുകളെയും എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ബ്രോൺസ്റ്റഡ്-ലോറി തിയറിക്ക് പറ്റി. അപ്പോൾ അതതിൻ്റെ ഒരു നേട്ടമാണ്. പിന്നെ അത് മാത്രമല്ല വേറെയും കാര്യമുണ്ട്. എന്തായിരുന്നു? ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ അസിഡിക് ആൻഡ് ബേസിക് ബിഹേവിയേഴ്സ് ഓഫ് നോൺ അക്വസ് മീഡിയം. അസിഡിക് ബേസിക് ക്യാരക്ടേഴ്സ് ഇൻ നോൺ അക്വസ് മീഡിയം. നമ്മുടെ മറ്റേനകത്തോ അക്വസ് സൊല്യൂഷനിലുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അതേസമയം ഈ തിയറി വന്നപ്പോൾ ഈ ഒരു കാര്യവും കൂടെ എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ അതും ഇതിൻ്റെ ഒരു നേട്ടമാണ്.
നോൺ അക്വസ് മീഡിയം, അതായത് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ആൾക്കാരെ നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാനും, അതുപോലെ ഈ അക്വസ് അല്ലാത്ത വേറെ മീഡിയം ഗേഷ്യസ്, സോളിഡ് ഇങ്ങനെയുള്ള കണ്ടീഷൻസിനകത്തും എക്സ്പ്ലനേഷൻസ് കൊടുക്കാൻ ബ്രോൺസ്റ്റഡ് ലോറി തിയറിക്ക് പറ്റി. ഇനി ഇത് മാത്രമല്ല, ഇറ്റ് ഇൻക്ലൂഡ്സ് മെനി മോർ സബ്സ്റ്റൻസസ് ആസ് ആസിഡ്സ് ആൻഡ് ബേസസ്. അറീനിയസ് തിയറിയിൽ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ ആസിഡ് ബേസ് എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ബ്രോൺസ്റ്റഡ് ലോറി തിയറിയിൽ അവയല്ലാതെ കൂടുതൽ വേറെ കുറേ സബ്സ്റ്റൻസുകളെയും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. ഇനി അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം വന്നത് എന്താണ്? ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ ബേസിക് നേച്ചർ ഓഫ് ദി അയോൺസ് ഓർ മോളിക്യൂൾസ് ഹാവിങ് നോ OH മൈനസ് അയോൺസ്. നമ്മുടെ അറീനിയസ് തിയറിയുടെ ലിമിറ്റേഷൻ പറഞ്ഞൊരു കാര്യമായിരുന്നു OH മൈനസ് അയോണുകൾ ഇല്ലാത്ത സബ്സ്റ്റൻസുകളുടെ ബേസിസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഇവിടെ കഴിഞ്ഞു. അതായത് ദ ബേസിക് നേച്ചർ, ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ ബേസിക് നേച്ചർ ഓഫ് ദി അയോൺസ് ഓർ മോളിക്യൂൾസ് ഹാവിങ് നോ OH മൈനസ് അയോൺസ്. OH മൈനസ് അയോണുകൾ ഇല്ലാത്തവരുടെ ബേസിസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ബ്രോൺസ്റ്റഡ് ലോറി തിയറിക്ക് പറ്റി. ഓക്കെ, അപ്പോൾ അതും അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും കുറേ ലിമിറ്റേഷൻസ് ഈ തിയറിയിലും വന്നു. അപ്പോൾ അതെന്തൊക്കെയാണ്? This theory could not explain the acidic and basic nature of the compounds having no tendency to lose or gain H+ ions. നമ്മുടെ അറീനിയസ് തിയറിക്കകത്തുള്ള അതേ പ്രശ്നം ഇവിടെയും വന്നു. എന്താണ്? It could not explain the acidic and basic natures of the compounds having no tendency to lose or gain H+ ions. H+ അയോണുകളെ അക്സെപ്റ്റ് ചെയ്യാനോ ഡൊണേറ്റ് ചെയ്യാനോ കഴിവില്ലാത്ത സബ്സ്റ്റൻസുകളുടെ അസിഡിക് ക്യാരക്ടേഴ്സും ബേസിക് ക്യാരക്ടേഴ്സും ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇവിടെയും പറ്റിയില്ല. അതൊരു ലിമിറ്റേഷനായിട്ട് വന്നു. ഇനി അത് മാത്രമല്ല, ഈ തിയറിയുടെ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞൊരു അഡ്വാൻറ്റേജ് ഇല്ലേ, OH മൈനസ് ഇല്ലാത്ത ആൾക്കാരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയെന്ന്. ആ OH മൈനസ് ഇല്ലാത്ത ആൾക്കാരുടെ പുറകെ പോയി അത് എക്സ്പ്ലനേഷൻ കൊടുത്ത സമയത്ത് ഓൾറെഡി OH ഉള്ള സബ്സ്റ്റൻസുകൾ അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അറീനിയസ് തിയറിക്ക് അത് പറ്റിയായിരുന്നു, പക്ഷേ ഇവിടെ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയില്ല, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതായത് നമുക്കറിയാം NaOH അത് ബേസിക് ആണെന്നറിയാം, പക്ഷേ അതിൻ്റെ ബേസിസിറ്റി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ, എന്തുകൊണ്ടത് ബേസിക് ആയി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയാൻ ഈ ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റിന് പറ്റിയില്ല. അതൊരു ലിമിറ്റേഷനാണ്. ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ബേസിക് നേച്ചർ ഓഫ് ദ കോമ്പൗണ്ട്സ് ഹാവിങ് OH മൈനസ് അയോൺസ്. OH മൈനസ് ഇല്ലാത്തത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ OH മൈനസ് ഉള്ളതിനെ മറന്നുപോയി. അതൊരു പ്രശ്നമായി. അപ്പം ഇതെല്ലാമാണ് ഈ തിയറിയുടെ ലിമിറ്റേഷൻസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആംഫോട്ടറിക് നേച്ചർ ഓഫ് സബ്സ്റ്റൻസസ്, അല്ലെങ്കിൽ അതിൻ്റെ വാട്ടർ. പിന്നെ അത് എഴുതാനായിട്ട് ആ ഒരു ആംഫോട്ടറിക് സബ്സ്റ്റൻസ് കിട്ടിയാൽ അതിൻ്റെ ആസിഡ്, കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും എഴുതുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ ബ്രോൺസ്റ്റഡ് ലോറി തിയറിയുടെ അഡ്വാൻറ്റേജസ് മനസ്സിലാക്കി. ദെൻ അതിൻ്റെ ലിമിറ്റേഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.